ഗായ്സ്, അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ മണ്ഡപം നോക്കാനായിട്ട് പോകണം. ഇത് സത്യം പറഞ്ഞാൽ 1 ഇയറിന് മുന്നേ എടുത്ത വീഡിയോ ആണ്. ഞാൻ അപ്പോൾ ആ സമയത്തൊന്നും അപ്ലോഡ് ചെയ്തില്ല. കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചാൽ അത് സേഫായിട്ടൊരു ഫോൾഡറിലോട്ട് ഞാൻ മാറ്റിയിട്ടേക്കുമായിരുന്നു. അപ്പോൾ ഞാനും അവളും കൂടെയാണ് പോകുന്നത്. അപ്പം അമ്മമാരൊക്കെ അത് വഴിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ കസിൻസും കൂടെ ആദ്യം ജസ്റ്റ് ഒന്ന് മണ്ഡപം നോക്കാനായിട്ട് പോവാണ് കേട്ടോ. ഇതാണ് കല്യാണ പെണ്ണ്. അപ്പോൾ ഞങ്ങൾ മണ്ഡപം നോക്കാനായിട്ട് ജസ്റ്റ് നോക്കാനായിട്ട് പോവാണ്. ഇതാണ് എൻ്റെ മാമൻ്റെ മോൻ. ഞാൻ പറഞ്ഞില്ലേ അന്ന് അരിച്ച കുട്ടി, ആ കുട്ടിയാണ് ഈ കുട്ടി. നമ്മളിതാ ഇവിടെ അടുത്താണ് മണ്ഡപം. അപ്പോൾ ഇതായിരുന്നു മണ്ഡപം. നമ്മുടെ ഇതിരിപ്പുരി ഓഡിറ്റോറിയമാണ് ഞങ്ങൾ ആദ്യം നോക്കാനായിട്ട് പോയത്. അപ്പോൾ തന്നെ നമ്മൾ കൺഫേം പറഞ്ഞില്ല. പിന്നെ വേറൊരു മണ്ഡപം കൂടെ നോക്കണമായിരുന്നു. അതും കൂടെ നോക്കിയിട്ട് കൺഫേം പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ മെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് പോവുകയായിരുന്നു നോക്കാനായിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പോൾ അടിപൊളി സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ഡാൻസ് ഒക്കെ കണ്ടിരുന്ന അതിൻ്റെ എൻട്രിക്ക് പൊളിയായിരുന്നു. ഇതാണ് അപ്പം നമ്മൾ മണ്ഡപം നോക്കിയിരിക്കുന്നത്. ഇതാണ് അവിടുത്തെ കതിർ മണ്ഡപം. നമ്മൾ ഡെക്കറേഷനൊക്കെ മാറ്റിയായിരുന്നു. ഈ ഡെക്കറേഷൻ നമുക്ക് പിടിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ വേറെ ഡെക്കറേഷൻ കൊടുത്തായിരുന്നു. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അവിടുത്തെ മെയിൻ വ്യൂ ആണ് ഈ ഫുള്ള് കാണിക്കുന്നത്. റൗണ്ട് ചെയ്ത് നമ്മുടെ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴെ വന്നിട്ട് നമ്മുടെ ഊട്ടുപുരയാണ്, മറ്റേ ഫുഡ് കഴിക്കുന്ന ഏരിയയൊക്കെ ആയിരുന്നു. അതും കൂടെ തുറന്ന് നമ്മളത് കാണിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ഓഡിറ്റോറിയത്തിൽ പോവുകയാണ്. ഗൈസ്, ഇതാ കണ്ടോ ഞങ്ങൾ ഇരിക്കുന്ന കോലമൊക്കെ. ഇത് 2 വർഷം മുന്നേ എടുത്ത 1 വർഷം മുന്നേ എടുത്ത വീഡിയോ ആണ്. ഓഡിറ്റോറിയം ജസ്റ്റ് നോക്കാനായിട്ട് പോയി. അവിടെ 1 വർഷം കഴിഞ്ഞപ്പോഴാണ് കല്യാണമൊക്കെ ആയത്. ഞങ്ങൾ 3 പേര് ചൊട്ടാള കണക്കാണ് ഗൈസ് ഇരിക്കുന്നത്. നോക്കിയേ, ഇപ്പോഴത്തെ ലുക്ക് എന്ന് പറഞ്ഞാൽ വേറെയാണ്. അപ്പോൾ നമുക്ക് കുറേ വർഷം കഴിയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ലുക്കും മാറിയിട്ട് ആ സമയത്ത് വീണ്ടും നമ്മൾ ഒരുമാതിരി വൃത്തിയുടെ ലുക്കിലാണ് ഇരുന്നതെന്നൊക്കെ നമുക്ക് വീണ്ടും തോന്നും. ഓക്കെ, അപ്പോൾ ഗൈസ് അടുത്ത ഓഡിറ്റോറിയം എന്ന് പറയുന്നത് നമ്മുടെ കാർത്തിക ഓഡിറ്റോറിയമാണ്. കണ്ടോ ഗൈസ്, എൻ്റെ എൻട്രി വന്നിട്ട് നമുക്കൊരു എൻട്രി ഇല്ലാത്ത പോലെ തോന്നി. കാരണം ആ സ്റ്റേജിന് ചുറ്റിനുമാണ് ഈ ചെയേഴ്സൊക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കംഫോർട്ട് അല്ലാത്ത പോലെ തോന്നി. നമുക്ക് വരുന്ന ഒരു എൻട്രി കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഓഡിറ്റോറിയം എടുക്കുന്നത്. പിന്നെ അതിന് ശേഷം ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഓഡിറ്റോറിയം ഫിക്സ് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. നമ്മൾ ഇതിരിപ്പുരി ഓഡിറ്റോറിയമാണ് ഫിക്സ് ചെയ്തത്. അതിനുശേഷം ഞങ്ങളൊരു ജ്യൂസ് കുടിക്കാനായിട്ടൊക്കെ കയറിയായിരുന്നു. ഞാൻ മാത്രമേ കുടിച്ചുള്ളൂ, അവർക്ക് വയ്യായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഞാൻ സ്ട്രോബെറി ഷാർജൊക്കെ കുടിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇത് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.